അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. NCERT സിലബസിൽ 6ാം ക്ലാസ്സിൻ്റെ സയൻസ് അതിൽ 11ാമത്തെ ചാപ്റ്ററായ ലൈറ്റ് ഷാഡോസ് ആൻഡ് റിഫ്ലക്ഷൻസ് എന്ന ചാപ്റ്ററാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് അല്ലേ. എന്താണ് ലൈറ്റും ഷാഡോസ് റിഫ്ലക്ഷൻസ് എന്ന് പറഞ്ഞാൽ? ലൈറ്റ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ പ്രകാശം അറിയാമല്ലോ, ഷാഡോസ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നിഴലുകൾ, പിന്നെ റിഫ്ലക്ഷൻസ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ പ്രതിഫലനം, പ്രതിബിംബം എന്നൊക്കെ പറയും. ഓക്കെ, അതെന്താ നമുക്ക് ഓരോന്നും വിശദമായിട്ട് ചാപ്റ്ററിലൂടെ പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ചാപ്റ്റർ ഇങ്ങനെ അർത്ഥം വെച്ച് പോവാണ് കേട്ടോ. നമ്മൾ കാര്യം ആദ്യം പറയും, എന്നിട്ട് അതിന് ശേഷം ചാപ്റ്റർ ഒന്ന് വായിച്ച് അങ്ങനെ അതിലെന്താ പറയുന്നതെന്ന് അങ്ങനെ പറഞ്ഞു പോകും. ഓക്കെ, നമുക്ക് പതുക്കെ പോയാൽ മതിയല്ലോ. അപ്പോൾ ഏതായാലും കാര്യം മനസ്സിലാക്കാം. നമ്മൾ ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ സ്കൂളിൽ പോയപ്പോൾ അല്ലേ, നമ്മൾ കൊറോണ ആയിട്ട് സ്കൂളിൽ പോകലുണ്ടാവില്ല. അപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ നിങ്ങൾ എന്തിട്ടുണ്ടാവും, വഴിയിൽ ബസ്സും കാറും അതേപോലെ തന്നെ സൈക്കിളും ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, മരങ്ങൾ അതേപോലെ തന്നെ മൃഗങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അവയെ കാണാൻ സാധിക്കുന്നത്? ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ രാത്രി ഇങ്ങനെ നിൽക്കുകയാണ്, എന്നിട്ട് നിങ്ങൾ അവിടെ ഇങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വസ്തുക്കളെ കാണാൻ കഴിയുമോ? അവിടെ ലൈറ്റൊന്നും ഇല്ലയെന്ന് വെച്ചോ, കാണാൻ കഴിയുമോ? ഇനി പോട്ടെ, നിങ്ങൾ ആ റോഡ് അതൊന്നും സങ്കല്പിക്കേണ്ട. നിങ്ങൾ എന്ത് ചെയ്തു, ഒരു ഇരുണ്ട റൂം, വെളിച്ചൊന്നും ഇല്ലാത്ത റൂമിലേക്ക് കയറി. ആ റൂമിലുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് കാണാൻ കഴിയുമോ? ഇല്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് നിങ്ങളൊരു വസ്തുവിനെ കാണുന്നത് അറിയുമോ നിങ്ങൾക്ക്? സംഭവം എന്ന് വെച്ചാൽ ഈ ലൈറ്റിൻ്റെ ഒരു ഉപകാരം കൊണ്ടാണ്, ഈ ലൈറ്റ് കൊണ്ടാണ് നമ്മൾ ബാക്കിയുള്ള വസ്തുക്കളെ കാണുന്നത്. നമ്മളൊരു വസ്തുവിനെ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം ഒരു ലൈറ്റ്, ഇപ്പോൾ സൂര്യനാവട്ടെ അല്ലെങ്കിൽ ടോർച്ചാവട്ടെ, അതിൽ നിന്ന് വരുന്ന ലൈറ്റ് ഒരു ഒബ്ജക്റ്റിലേക്ക് പതിക്കും. എന്നിട്ട് അത് നമ്മുടെ കണ്ണിലേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കണ്ടുവരും. അപ്പോഴാണ് നമ്മൾ ആ വസ്തുവിനെ കാണുക എന്നാണ്. ഓക്കെ, ഞാൻ ചിത്രം കാണിച്ചു തരാം. ചിത്രത്തിൽ നിങ്ങൾക്ക് ഒരു സൂര്യനെ കാണാൻ കഴിയും അല്ലേ. ഇവിടെ ഒരു സൂര്യനുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഫ്ലവർ ഇവിടെ കാണാൻ കഴിയും. അതേപോലെ തന്നെ നിങ്ങൾ ഇവിടുന്ന് നോക്കുകയാണ്. അപ്പോൾ ആദ്യം സൂര്യനിൽ നിന്ന് ഈ ഫ്ലവറിലേക്ക് ഒരു ലൈറ്റ് വന്നു. ഓക്കെ, എന്നിട്ട് ആ ലൈറ്റ് നിങ്ങളെ കണ്ണിലേക്ക് റിഫ്ലക്റ്റ് ചെയ്തു. അതായത് ആ ലൈറ്റ് നേരെ നിങ്ങളെ കണ്ണിലേക്ക് പതിച്ചു. അപ്പോഴാണ് നിങ്ങൾ ഈ വസ്തുവിനെ കാണുന്നത്. അപ്പോൾ നിങ്ങളെ ബ്രെയിൻ ഇങ്ങനെ പറഞ്ഞു തരികയാണ് അതൊരു ഫ്ലവറാണ് എന്ന്. അപ്പോഴാണ് നിങ്ങളത് എന്ത് ചെയ്യുന്നത്, അതൊരു ഫ്ലവർ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മളൊരു വസ്തുവിനെ കാണുന്നത് എന്നാണ് സയൻസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നിങ്ങളൊരു വസ്തുവിനെ കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ലൈറ്റിൻ്റെ സഹായം കൊണ്ടാണ് അല്ലേ. ഏതായാലും നമുക്ക് ഇനി പാഠഭാഗം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. കുറച്ചും കൂടി കാര്യങ്ങൾ പറയാനുണ്ട്, ഇൻഷാ അല്ലാഹ് നമുക്ക് പാഠഭാഗം വായിച്ചുകൊണ്ട് പറയാം കേട്ടോ. അപ്പോൾ നോക്കാം. ലൈറ്റ് ഷാഡോസ് ആൻഡ് റിഫ്ലക്ഷൻസ്, പ്രകാശവും അതേപോലെ തന്നെ നിഴലുകളും അതേപോലെ തന്നെ റിഫ്ലക്ഷൻസ് അതായത് പ്രതിഫലങ്ങൾ അല്ലേ. അപ്പം വി സീ സോ മെനി ഒബ്ജക്ട്സ് അറൗണ്ട് us, നമുക്ക് ചുറ്റുമുള്ള പല വസ്തുക്കളും നമ്മൾ കാണുന്നു. കളർഫുൾ ആൻഡ് ഡിഫറെൻറ്റ് അല്ലേ, പലതരം കളർഫുൾ ആയിട്ടുള്ള പലതരത്തിലുള്ള വസ്തുക്കൾ നമ്മൾ കാണുന്നുണ്ട്. ഓൺ ദ വേ ടു സ്കൂൾ വി സീ തിങ്സ് ലൈക്ക് ബസ്സസ്, കാർസ്, സൈക്കിൾസ്, ട്രീസ്, അനിമൽസ് ആൻഡ് സംടൈംസ് ഫ്ലവേഴ്സ്. അതായത് നമ്മൾ സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ നമ്മൾ എന്ത് ചെയ്യും, കാറുകളും ബസ്സുകളും സൈക്കിളും ട്രീയും അതേപോലെ തന്നെ മരങ്ങളും പിന്നെ നമ്മുടെ മറ്റ് ജീവികളെയൊക്കെ മൃഗങ്ങളെയൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലേ. ചില സമയത്ത് നമ്മൾ എന്തെങ്കിലും കാണും, നമ്മൾ ഫ്ലവേഴ്സ് പൂക്കളൊക്കെ കാണുന്നുണ്ട്. ഹൗ ഡു യു തിങ്ക് വി സീ ഓൾ ദീസ് ഒബ്ജക്ട്സ്, നമ്മൾ ഈ വസ്തുക്കളൊക്കെ എങ്ങനെയാണ് കാണുന്നത് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. തിങ്ക് ഓഫ് ദ സെയിം പ്ലേസസ് അറ്റ് നൈറ്റ് ടൈം ഇഫ് ഇറ്റ് വെയർ കംപ്ലീറ്റ്ലി ഡാർക്ക്. അപ്പോൾ നിങ്ങൾ ആ ഒരു സ്ഥലത്തെക്കുറിച്ച് തന്നെ നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ രാത്രി 2 മണിക്ക് ആ സ്ഥലത്ത് നിങ്ങൾ പോയി നിന്നാൽ അവിടെ എന്തില്ല, ലൈറ്റൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുമോ വല്ല വസ്തുക്കളെയും? വാട്ട് വിൽ യു സി, ആ സമയത്ത് നിങ്ങൾ എന്താണ് കാണുക, എന്തെങ്കിലും കാണാൻ കഴിയുമോ? സപ്പോസ് യു ഗോ ഇൻസൈഡ് എ കംപ്ലീറ്റ്ലി ഡാർക്ക് റൂം. അപ്പോൾ നിങ്ങൾ സങ്കല്പിക്കുക, പൂർണ്ണമായിട്ടും ഇരുട്ടുള്ള റൂമിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു. ആർ യു ആബിൾ ടു സീ എനി ഒബ്ജക്ട്സ് ഇൻ ദ റൂം, ആ റൂമിലുള്ള എന്തെങ്കിലും വസ്തുക്കൾ നിങ്ങൾ കാണാൻ കഴിയുമോ? ഇല്ലല്ലോ. ബട്ട് വെൻ യു ലൈറ്റ് എ ക്യാൻഡിൽ, നീ ആ പൂർണ്ണമായിട്ടും ഇരുട്ടുള്ള ആ റൂമിൽ നിങ്ങൾ എന്ത് ചെയ്തു, ഒരു മെഴുകുതിരി അങ്ങ് കത്തിച്ച് വെച്ചു എന്ന് വെക്കാം. ഓർ എ ടോർച്ച്, ഒരു ടോർച്ച് നിങ്ങൾ എന്ത് ചെയ്തു, ടോർച്ച് അടിച്ചു ആ റൂമിലേക്ക്. യു ക്യാൻ സീ ദ ഒബ്ജക്ട്സ് പ്രസൻറ്റ് ഇൻ ദ റൂം. അപ്പോൾ ആ റൂമിലുള്ള എന്താ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇസ്ന്റ് ഇറ്റ്, ശരിയല്ലേ? വിത്തൗട്ട് ലൈറ്റ്, അപ്പം ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കുക, വിത്തൗട്ട് ലൈറ്റ് തിങ്സ് കനോട്ട് ബി സീൻ. അപ്പം പ്രകാശമില്ലെങ്കിൽ നമുക്കൊരു വസ്തുക്കളെയും എന്ത് ചെയ്യാൻ കഴിയില്ല, കാണാൻ കഴിയില്ല. അപ്പം എന്താണ് മറ്റു വസ്തുക്കളെ കാണാൻ നമ്മെ സഹായിക്കുന്നത്? ലൈറ്റ് ഹെൽപ്സ് us സീ ഒബ്ജക്ട്സ്. പ്രകാശമാണ് മറ്റു വസ്തുക്കളെ നമുക്ക് കാണാൻ സഹായിക്കുന്നത്. ഓക്കെ, ഇനി നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. ലൂമിനസ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റ് ഉണ്ട്. അവ എന്താണെന്ന് മനസ്സിലാക്കാം. അതായത് ദ ടോർച്ച് ബൾബ് ഈസ് ആൻ ഒബ്ജക്റ്റ് ദാറ്റ് ഗീവ്സ് ഔട്ട് ലൈറ്റ് ഓഫ് ഇറ്റ്സ് ഓൺ അല്ലേ. ഇപ്പോൾ ടോർച്ച്, ആ ടോർച്ചിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ലൈറ്റ് വരുന്നുണ്ട് അല്ലേ, ശരിയല്ലേ? അപ്പം അതേപോലെ തന്നെ ഇനി ദ സൺ ഈസ് അനദർ ഫെമിലിയർ ഒബ്ജക്റ്റ് ദാറ്റ് ഗീവ്സ് ഇറ്റ്സ് ഓൺ ലൈറ്റ്.
ഈ ഇപ്പോൾ സൂര്യനെ ആലോചിച്ച് നോക്കും, സൂര്യൻ്റേതായിട്ടുള്ളൊരു പ്രകാശം സൂര്യനുണ്ട് അല്ലേ. ഇപ്പോൾ ടോർച്ചിൻ്റേതായിട്ടുള്ളൊരു പ്രകാശം ആർക്കുണ്ട്? ടോർച്ചൊക്കെ ഉണ്ട്, ശരിയല്ലേ. ഡ്യൂറിങ് ദ ഡേ ഇറ്റ്സ് ലൈറ്റ് അലോസ് അസ് ടു സീ ഒബ്ജക്ട്സ്. അപ്പം പകൽ സമയത്ത് ഈ സൂര്യൻ പകൽ സമയത്ത് ഈ സൂര്യൻ്റെ ലൈറ്റാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ബാക്കിയുള്ള വസ്തുക്കളെ എന്ത് ചെയ്യാൻ കഴിയുന്നത്? കാണാൻ സഹായിക്കുന്നത്. ഇപ്പോൾ രാത്രി സമയത്ത് സൂര്യൻ ഉണ്ടാവില്ല, അതുകൊണ്ട് നിങ്ങൾ പല വസ്തുക്കളും നിങ്ങൾ കാണില്ല. അപ്പോൾ ടോർച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിയും? കാണാൻ കഴിയും. അപ്പോൾ എന്ത് മനസ്സിലായി? ടോർച്ചിൻ്റെ ലൈറ്റാണ് നിങ്ങൾക്ക് ബാക്കിയുള്ള വസ്തുക്കളെ കാണാൻ സഹായിച്ചത് അവിടെ. ശരി, ഓക്കെ. ഒബ്ജക്ട്സ് ലൈക്ക് ദ സൺ ദാറ്റ് ഗിവ്സ് ഔട്ട് ഓർ എമിറ്റ് ലൈറ്റ്. ഓക്കെ, അപ്പം സൂര്യനെ പോലെയുള്ള വസ്തുക്കൾ ദാറ്റ് ഗിവ്സ് ഔട്ട്, അവ എന്ത് ചെയ്യുന്നു? പുറത്തുവിടുന്നു. ഓർ എമിറ്റ് നിനക്കാണെങ്കിൽ പുറപ്പെടുവിക്കുന്നു അർത്ഥം കേട്ടോ. എമിറ്റ് ലൈറ്റ്, പ്രകാശത്തെ പുറപ്പെടുവിക്കുന്നു. ഓഫ് ദെയർ ഓൺ, അവയുടേതായിട്ടുള്ള പ്രകാശം പുറപ്പെടുവിക്കുന്ന സൂര്യനെ പോലെയുള്ള വസ്തുക്കൾക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? ആർ കോൾഡ് ലുമിനസ് ഒബ്ജക്റ്റ്. അങ്ങനത്തെ വസ്തുക്കളാണ് നമ്മൾ ലുമിനസ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതായത് സ്വന്തമായി പ്രകാശിക്കാൻ കഴിവുള്ള വസ്തുക്കൾ, അങ്ങനത്തെ വസ്തുക്കൾക്കാണ് നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ലുമിനസ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. സൂര്യനെ പോലെ, ടോർച്ച് പോലെ ഒക്കെ സ്വന്തമായിട്ട് പ്രകാശിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. വാട്ട് അബൌട്ട് ഒബ്ജക്ട്സ് ലൈക്ക് എ ചെയർ, എ പെയിൻറ്റിങ് ഓർ എ ഷൂ? വി സീ ദിസ് ദെൻ ലൈറ്റ് ഫ്രം എ ലുമിനസ് ഒബ്ജക്റ്റ്, അല്ലേ. അതായത് ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, ഇപ്പോൾ ചെയർ, അതേപോലെ തന്നെ പെയിൻറ്റിങ്, ഷൂ, ഇതൊക്കെ നമ്മൾ ഈ വസ്തുക്കളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എങ്ങനെ? വി സീ ദിസ് വെൻ ലൈറ്റ് ഫ്രം എ ലുമിനസ് ഒബ്ജക്റ്റ്. ഒരു ലുമിനസ് ഒബ്ജക്റ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ലൈറ്റ്, ആ ലുമിനസ് ഒബ്ജക്റ്റിൽ നിന്നുള്ള ലൈറ്റ്, അല്ലേ, ആ ലുമിനസ് ഒബ്ജക്റ്റിൽ നിന്നുള്ള ലൈറ്റ് ഇവയുടെ മേൽ പതിക്കുമ്പോഴും ആ ഇത് നമ്മുടെ കണ്ണിലേക്ക് പതിക്കുമ്പോൾ, അല്ലേ, അത് റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ കണ്ണിലേക്ക് വരുമ്പോഴാണ് ഈ വസ്തുക്കളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്? കാണുന്നത്. ചെയർ ആയാലും പെയിൻറ്റിങ് ആയാലും ഷൂ ആയാലും ഒക്കെ. അപ്പോൾ ഒന്ന് വായിച്ചു നോക്കുക. വി സീ ദിസ്, അതായത് ഈ വസ്തുക്കളൊക്കെ നമ്മൾ കാണുന്നു. വെൻ ലൈറ്റ് ഫ്രം എ ലുമിനസ് ഒബ്ജക്റ്റ്, ഒരു ലുമിനസ് ഒബ്ജക്റ്റ് എന്നുള്ള ലൈറ്റ് അത് വരുന്നു. ഇപ്പോൾ ലുമിനസ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ദ സൺ, എ ടോർച്ച് ഓർ ആൻ ഇലക്ട്രിക് ലൈറ്റ്, അല്ലേ, ഇപ്പോൾ ട്യൂബ് ലൈറ്റ് ആയാലും അല്ലെങ്കിൽ ബൾബായാലും അങ്ങനെയൊക്കെ. അപ്പോൾ അതിൽ നിന്ന് വരുന്ന ലൈറ്റ് ഫാൾസ് ഓൺ ദിസ്, ഈ ഒരു ചെയറിലേക്കോ അല്ലെങ്കിൽ ഈ പെയിൻറ്റിങ്ങിലേക്കോ ഷൂവിലേക്കോ എന്ത് ചെയ്യുന്നു? പതിക്കുന്നു. ആൻഡ് ദെൻ ട്രാവൽസ് ടുവാർഡ്സ് അവർ ഐ, എന്നിട്ട് അവയുടെ മേൽ പതിച്ചതിന് ശേഷം നമ്മുടെ കണ്ണിലേക്ക് പതിക്കുന്നു. നമ്മുടെ കണ്ണിലേക്ക് അത് സഞ്ചരിച്ച് വരുന്നു, അതായത് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നു. അപ്പോഴാണ് ഈ വസ്തുക്കളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്? കാണുന്നത്. ശരിയല്ലേ? സെൻറ്റൻസ് ക്ലിയർ അല്ലേ? ഒന്നുകൂടി പറഞ്ഞു തരണോ? വി സീ ദിസ് ഒബ്ജക്റ്റ് വെൻ ലൈറ്റ്സ് ഫ്രം എ ലുമിനസ് ഒബ്ജക്റ്റ്. അതായത് ഈ വസ്തുക്കളൊക്കെ നമ്മൾ കാണുന്നത്, ചെയറിൽ പെയിൻറ്റിങ്, ഇഷ്യൂ, അതുപോലത്തെ വസ്തുക്കളൊക്കെ നമ്മൾ കാണുന്നത് എപ്പോഴാണ്? വെൻ ലൈറ്റ് ഫ്രം എ ലുമിനസ് ഒബ്ജക്റ്റ്, ഒരു ലുമിനസ് ഒബ്ജക്റ്റിൽ നിന്നുള്ള ലൈറ്റ് എന്ത് ചെയ്യുമ്പോൾ ഫാൾസ് ഓൺ ദിസ്, ഈ വസ്തുക്കളിലേക്കൊക്കെ പതിക്കുമ്പോൾ, ആൻഡ് ദെൻ ട്രാവൽസ് ടുവാർഡ്സ് അവർ ഐ, നമ്മുടെ കണ്ണിലേക്ക് അവ പതിക്കുമ്പോൾ, നമ്മുടെ കണ്ണിലേക്ക് അവ സഞ്ചരിച്ച് വരുമ്പോഴാണ് ഈ വസ്തുക്കളെയൊക്കെ നമ്മൾ കാണുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു വസ്തുവിനെ കാണുന്നതെങ്കിൽ ശരിക്കും മനസ്സിലായല്ലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സൂര്യനോ അല്ലെങ്കിൽ ഒരു ടോർച്ചോ ഒരു വസ്തുവിലേക്ക് പ്രകാശം പതിക്കും. എന്നിട്ട് ആ പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്ത് വരും. അവിടെ നിന്ന് നേരെ നമ്മളെ കണ്ണിലേക്ക് വരും. അപ്പോഴാണ് നമ്മൾ ആ വസ്തുവിനെ കാണുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമുക്കൊരു 3 ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കാം. അതായത് ട്രാൻസ്പാരൻറ്റ്, ഒപ്പാക്യൂ, അതേപോലെ തന്നെ ട്രാൻസ്ലൂസൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള 3 ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റ്. അവ എന്താണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് മനസ്സിലാക്കുക, ട്രാൻസ്പാരൻ്റ് എന്നൊക്കെയാണെങ്കിൽ നമുക്ക് ഒരു വസ്തുവിൻ്റെ ഉള്ളിൽ കൂടി തന്നെ മറ്റു വസ്തുവിനെ കാണാൻ കഴിയും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളെ ചില വീട്ടിലൊക്കെ ഉണ്ടാവും ഗ്ലാസ്സിൽ, സാധാ ഒരു ഗ്ലാസ്. ഇപ്പം നിങ്ങളെ കാറിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് കാണാൻ കഴിയില്ലേ? അപ്പോൾ ഈ കാറിൻ്റെ ഗ്ലാസ് അതൊരു ട്രാൻസ്പാരൻ്റ് എന്ന് നമുക്ക് പറയാം. അതായത് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് കാണാൻ കഴിയും. ആ വസ്തുവിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് മറ്റു വസ്തുക്കളെ കാണാൻ കഴിയുമെങ്കിൽ അങ്ങനത്തെ വസ്തുക്കളെ നമ്മൾ എന്ത് പറയും? ട്രാൻസ്പാരൻ്റ് എന്ന് പറയും. ഇനിയിപ്പോൾ ഒപ്പാക്യൂ എന്നൊക്കെയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, ആ ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കണ്ണിൻ്റെ നേരെ ഇതിൽ കുറുകായിട്ട് ഇങ്ങനെ വെച്ച് നോക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അപ്പുറത്തുള്ള വസ്തു കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ലല്ലോ, കാണാൻ കഴിയുന്നില്ലല്ലോ. ഓക്കെ, അപ്പം ഈ ബുക്ക് എന്താണ്? ഒരു ഒപ്പാക്യൂ ആണെന്ന് മനസ്സിലാക്കും. അതായത് പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളാണ്. പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കൾ നമ്മൾ ഒപ്പാക്യൂ എന്ന് പറയും. പ്രകാശം കടത്തിവിടുന്ന വസ്തുക്കൾ നമ്മൾ എന്ത് ചെയ്യും? ട്രാൻസ്പാരൻ്റ് പറയും. ഓക്കെ, പ്രകാശം കടത്തിവിടുന്നത് കൊണ്ടാണല്ലോ നമുക്ക് ഇവിടുന്ന് അവിടേക്ക് കാണാൻ സാധിച്ചത്, അല്ലേ? അപ്പം ഒപ്പാക്യൂ ആയിട്ടുള്ള വസ്തുവിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? അങ്ങനത്തെ വസ്തുക്കൾ പ്രകാശം കടത്തിവിടില്ല. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് കാണാൻ കഴിയില്ല. നിങ്ങൾ പറഞ്ഞു പ്രകാശം കടത്തി വിട്ടത് കൊണ്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്, അല്ലേ? ഓക്കെ, ഇനി ട്രാൻസ്ലൂസൻ്റ് എന്നിട്ടുള്ള മറ്റൊരു ഒബ്ജക്റ്റ് ഉണ്ട്. ഇപ്പോൾ ചില വീട്ടിലൊക്കെ ജനലുകൾ ഉണ്ടാവും. അതായത് പൂർണ്ണമായിട്ടും കാണുന്നില്ല, പക്ഷെ എന്നാലും മങ്ങിയതായിട്ട് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാണും, അല്ലേ? അതായത് സെമി ട്രാൻസ്പാരൻറ്റ്, പൂർണ്ണമായിട്ടും കാണുന്നില്ല എന്നാലും ഒരു പകുതിയൊക്കെ കാണുന്നുണ്ട്, അല്ലേ? അങ്ങനത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയാം. അതായത് നമുക്ക് ഒന്ന് നോക്കാം.
ഈ ചാപ്റ്റർ 4 ഒക്കെ പഠിച്ചവർക്ക് അറിയാം. ചാപ്റ്റർ 4 നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ലല്ലേ? ഏതെങ്കിലും പഠിച്ച കുട്ടികളുണ്ടാവും. പഠിച്ചവർക്കറിയാം. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, 3 ഗ്രൂപ്പാക്കിയിരുന്ന വസ്തുക്കളെയൊക്കെ. അതായത് ട്രാൻസ്പാരൻറ്റ്, ഒപ്പാക്യൂ, ട്രാൻസ്ലൂസൻ എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്ക് സാരമില്ല, പഠിക്കാത്തവർക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ചാപ്റ്ററിലും അങ്ങനെ ഗ്രൂപ്പാക്കാം കേട്ടോ. റീകോൾ അവർ ഗ്രൂപ്പിംഗ് ഒബ്ജക്ട്സ് ആസ് ഒപ്പാക്യൂ, ട്രാൻസ്പാരൻറ്റ് ഓർ ട്രാൻസ്ലൂസൻ. അതായത് ഇൻ ചാപ്റ്റർ 4 നമ്മൾ എന്ത് ചെയ്തിരുന്നു, ഒപ്പാക്യൂ, ട്രാൻസ്പാരൻറ്റ്, ട്രാൻസ്ലൂസൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്രൂപ്പാക്കിയിരുന്നു വസ്തുക്കളെ. ഇഫ് വി കനോട്ട് സീ ത്രൂ ആൻ ഒബ്ജക്റ്റ്, ഒരു വസ്തുവിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിൽ, അറ്റ് ഓൾ, ഒരു നിലക്കും കാണാൻ കഴിയുന്നില്ലെങ്കിൽ, ഇറ്റ് ഈസ് ആൻ ഒപ്പാക്യൂ ഒബ്ജക്റ്റ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അതൊരു ഒപ്പാക്യൂ ഒബ്ജക്റ്റ് ആണെന്ന്. അപ്പം ഒരു വസ്തുവിലൂടെ മറ്റൊരു വസ്തുവിലേക്ക് നമുക്ക് ഒരു നിലക്കും കാണാൻ കഴിയുന്നില്ലെങ്കിൽ അത് ആ വസ്തു ഒരു ഒപ്പാക്യൂ ഒബ്ജക്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ. ഇനി ഇഫ് യു ആർ ആബിൾ ടു സീ ക്ലിയർലി ത്രൂ ആൻ ഒബ്ജക്റ്റ്, ഒരു വസ്തുവിൻ്റെ ഉള്ളിൽ കൂടി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ കഴിയുന്നുണ്ട്, വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഇറ്റ് ഈസ്, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ഇറ്റ് ഈസ് അലോയിങ് ലൈറ്റ്, അത് പ്രകാശത്തെ അനുവദിക്കുന്നു, ടു പാസ് ത്രൂ ഇറ്റ്, അല്ലേ? ആ വസ്തുവിൻ്റെ ഉള്ളിൽ കൂടെ അത് പ്രകാശത്തെ അനുവദിക്കുന്നു എന്നാണ് അർത്ഥം. അതായത് ആ വസ്തുവിൻ്റെ ഉള്ളിൽ കൂടി പ്രകാശം കടത്തി വിടുന്നു എന്നർത്ഥം, അല്ലേ? ആൻഡ് ഇറ്റ് ഈസ് ആൻഡ് ഈസ് ട്രാൻസ്പാരൻറ്റ്, അങ്ങനത്തെ വസ്തുക്കൾക്കാണ് നമ്മൾ ട്രാൻസ്പാരൻ്റ് അറിയാം. അപ്പം ഒരു വസ്തു എന്ത് ചെയ്യുന്നുണ്ട്, പ്രകാശം കടത്തി വിടുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ വസ്തുക്കൾക്ക് നമ്മൾ ട്രാൻസ്പാരൻ്റ് അറിയും. അപ്പോഴാണ് നമ്മൾ ആ വസ്തുവിൻ്റെ ഉള്ളിൽ കൂടി മറ്റൊരു വസ്തുവിനെ കാണുന്നത്. ഈ ഒരു വസ്തുവിൻ്റെ ഉള്ളിൽ കൂടി ഒരു വസ്തുവിൻ്റെ ഉള്ളിൽ കൂടി പ്രകാശം കടത്തി വിടുന്നില്ലെങ്കിൽ ആ വസ്തുവിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് മറ്റൊരു വസ്തുവിനെ കാണാൻ കഴിയില്ല. അങ്ങനത്തെ വസ്തുക്കൾ നമ്മൾ ഒപ്പാക്യൂ എന്ന് പറയും. ഓക്കെ. ഇനി ദർ ആർ സം ഒബ്ജക്റ്റ്, അവിടെ ഇനി ചില ഒബ്ജക്റ്റുകളുണ്ട് ത്രൂ വിച്ച് വി ക്യാൻ സീ ബട്ട് നോട്ട് വെരി ക്ലിയർലി. അതായത് ആ വസ്തുക്കൾക്കുള്ളിൽ കൂടി നമുക്ക് കാണാൻ കഴിയുകയൊക്കെ ചെയ്യും, പക്ഷേ വ്യക്തമായിട്ട് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നില്ല. എന്തൊക്കെയോ ജസ്റ്റ് ഒരു ഇതായിട്ട് കാണാൻ കഴിയുള്ളൂ, അല്ലേ? ഇപ്പോൾ ചില വീട്ടിലൊക്കെ ജനലുകൾ നോക്കിയാൽ കാണാം, അതിൻ്റെ പുറത്ത് നമുക്ക് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാണാം, ആരെങ്കിലും അവിടെ നിന്നാൽ അങ്ങനെ എന്തോ ഒരു രൂപം ഇങ്ങനെ നിൽക്കണേ കാണാം, അല്ലേ? പക്ഷേ ആരാണെന്ന് മനസ്സിലാവില്ല, അങ്ങനെയൊക്കെ വരും. അപ്പോൾ അങ്ങനത്തെ വസ്തുക്കൾക്കാണ് സച്ച് ഒബ്ജക്ട്സ് ആർ നോൺ ആസ് ട്രാൻസ്ലൂസൻ. അതായത് അങ്ങനത്തെ വസ്തുക്കൾക്കാണ് ട്രാൻസ്ലൂസൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ. ഇനി നമ്മൾ ഈ ഗ്രൂപ്പിംഗ് ആക്കട്ടോ, ഒപ്പാക്യൂ, അതേപോലെ തന്നെ ട്രാൻസ്പാരൻറ്റ്, ട്രാൻസ്ലൂസൻ, അങ്ങനെ ഗ്രൂപ്പ് ആക്കാനുള്ള ചെറിയൊരു ആക്ടിവിറ്റി നമ്മൾ ചെയ്യാൻ പോവാണ്. ഇത് നിങ്ങൾ ചെയ്തു വരണം കേട്ടോ. അപ്പോൾ ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാ വസ്തുക്കളും ശേഖരിക്കുക. നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയുന്ന എല്ലാ വസ്തുക്കളും, നിങ്ങൾക്ക് ശേഖരിക്കാൻ കഴിയുന്ന എല്ലാ വസ്തുക്കളും നിങ്ങൾ ശേഖരിക്കുക. എന്നിട്ട് ഈ വസ്തു ഒപ്പാക്യൂ ആണോ, ട്രാൻസ്പാരൻ്റ് ആണോ, ട്രാൻസ്ലൂസൻ്റ് ആണോ എന്ന് നിങ്ങളിങ്ങനെ വേർതിരിച്ച് ചെയ്താൽ. അപ്പം അടുത്ത പേജിൽ നിങ്ങൾക്കൊരു ടാബിൾ കാണാൻ കഴിയും, അല്ലേ? ഞാൻ ടാബിൾ കാണിച്ചിട്ട് ആദ്യം കണ്ടില്ലേ, ഇവിടെ ഒബ്ജക്റ്റ് ഓർ മെറ്റീരിയൽ, അല്ലേ? പെൻസിൽ, റബ്ബർ ബോൾ, അതേപോലെ തന്നെ ഷീറ്റ് ഓഫ് റൈറ്റിംഗ് പേപ്പർ, അങ്ങനെ പലതരം വസ്തുക്കളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇനിയും ഒരുപാട് കള്ളി കൊടുക്കാം കേട്ടോ. അപ്പോൾ അവിടെ വ്യൂ ത്രൂ ദ ഒബ്ജക്റ്റ് പോസിബിൾ, അതായത് നമുക്ക് ആ വസ്തുവിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് പൂർണ്ണമായിട്ടും കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതാം. പാർട്ടീഷ്യലി, അതായത് നമുക്ക് നമുക്ക് എന്ത് ചെയ്യുന്നത്, പകുതി മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ, അല്ലേ? വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നില്ല, അങ്ങനെയാണെങ്കിൽ അങ്ങനെ കൊടുക്കാം. നോട്ട് അറ്റ് ഓൾ, ഒരു നിലക്കും കാണാൻ കഴിയുന്നില്ല, ആ വസ്തുവിൻ്റെ ഉള്ളിൽ കൂടി മറ്റു വസ്തുവിന് ഒരു നിലക്കും കാണാൻ കഴിയുന്നില്ലെങ്കിൽ അങ്ങനെയും കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അപ്പുറത്തെ കള്ളിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെയാണെങ്കിൽ ആ ഒബ്ജക്റ്റ് ഒപ്പാക്കി ആണെങ്കിൽ ഒപ്പാക്കി ചെയ്താൽ, ട്രാൻസ്പാരൻ്റ് ആണെങ്കിൽ ട്രാൻസ്പാരൻ്റ് ചെയ്താൽ, ട്രാൻസ്ലൻ്റ് ആണെങ്കിൽ ട്രാൻസ്ലൻ്റ് ചെയ്ത് കേട്ടോ. ഇത് അടുത്ത ക്ലാസ്സിന് വരുമ്പം എഴുതി വരണം. ഏതായാലും ഞാൻ ഈ ആക്ടിവിറ്റി ഒന്ന് വായിച്ചു തരാം. ഓക്കെ. അപ്പം ലുക്ക് അറൗണ്ട് യു, നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾ നോക്കുക. ആൻഡ് കളക്ട് ആസ് മെനി ഒബ്ജക്റ്റ് ആസ് യു ക്യാൻ, നിങ്ങൾക്ക് എത്രത്തോളം ശേഖരിച്ച് വെക്കാൻ കഴിയും അത്രത്തോളം വസ്തുക്കളൊക്കെ ശേഖരിച്ച് വെക്കാം. ആൻഡ് എറേസർ, ഇപ്പം എന്ത് ചെയ്തു, എറേസർ അതായത് ഒരു മൈക്ക് റബ്ബർ, അല്ലേ? അതേപോലെ തന്നെ പ്ലാസ്റ്റിക് സ്കെയിൽ എടുക്കുക. ഈ പ്ലാസ്റ്റിക് സ്കെയിലൊക്കെ ശരിക്കും എന്താണ്, കറക്റ്റ് ഒരു ട്രാൻസ്ലൂസൻ്റെ ഒരു ഉദാഹരണമാണ് കേട്ടോ. ചില പ്ലാസ്റ്റിക് സ്കെയിലിനുള്ളിൽ കൂടി നമുക്ക് എന്തൊക്കെയോ കാണാൻ കഴിയും, പക്ഷേ വ്യക്തമായിട്ട് കാണാൻ കഴിയില്ല, അല്ലേ? ഓക്കെ. അതേപോലെ തന്നെ പെൻസിൽ, നോട്ട്ബുക്ക്, സിംഗിൾ ഷീറ്റ് ഓഫ് പേപ്പർ, അതായത് ഏതെങ്കിലും ഒരു നോട്ട്ബുക്കിൻ്റെ ഒരു പേപ്പറോ അങ്ങനെ എന്തെങ്കിലും ഒരു പേപ്പർ നിങ്ങൾക്ക് കിട്ടി, ആ പേപ്പർ അതൊക്കെ എടുക്കാം. അതേപോലെ തന്നെ ട്രേസിംഗ് പേപ്പർ എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായോ? അതായത് ഇപ്പം നമ്മൾ എന്ത് ചെയ്യും, ട്രേസിംഗ് പേപ്പർ എന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പം എന്താ പനി പറയാം, ഇപ്പം പകർപ്പെടുപ്പ് കടലാസ് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ എണ്ണ കടലാസ് എന്നൊക്കെ പറയും. അതായത് ഒരു വസ്തുവിൻ്റെ മേലെ ആ വസ്തുവിൻ്റെ വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് എൻ്റെ അപ്പുറത്തുള്ള വസ്തു കാണാൻ കഴിയും. അതായത് ട്രാൻസ്പാരൻ്റ് എന്നർത്ഥം. എന്നിട്ട് ആ വസ്തു നമുക്ക് ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ വരക്കാം. ഓക്കെ. ഞാൻ അതിൻ്റെ ചിത്രമാണെങ്കിൽ കാണിച്ചു തരാം. എന്താ കണ്ടില്ലേ ചിത്രത്തിൽ, ഇതാണ് നമ്മുടെ ട്രേസിംഗ് പേപ്പറിൻ്റെ ഒരു ചിത്രം. ഓക്കെ. അപ്പം ശരിക്കും എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വസ്തുവിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് അതിൻ്റെ അടിയിലുള്ള വസ്തുവൊക്കെ കാണാൻ കഴിയും. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാനൊക്കെ നല്ല സുഖമാണ്. അപ്പോൾ ഈ പേപ്പർ വെക്കുക, എന്നിട്ട് ഈ പേപ്പറിൽ നമുക്ക് വരയ്ക്കാനും കഴിയും. എന്നിട്ട് പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിലുള്ള വസ്തു നമുക്കിങ്ങനെ വരക്കാം. അപ്പോൾ ഇതിൻ്റെ ഓക്കെ, അങ്ങനെ നമുക്ക് ഇതിങ്ങനെ വരയ്ക്കാൻ കഴിയും. അപ്പോൾ അതിൻ്റെ അടിയിലുള്ള വസ്തു നമുക്ക് നേരെ ഇതിമേൽ ഇങ്ങനെ വരയ്ക്കാൻ കഴിയും. ഓക്കെ. അപ്പോൾ ഈ ഒരു പേപ്പറാണ് നമ്മൾ എന്ത് ചെയ്യുക, ട്രേസിംഗ് പേപ്പർ എന്ന് പറയാം കേട്ടോ. അപ്പം ഇതെന്താണ്, ഇത് ട്രാൻസ്പാരൻ്റ് ആണോ? ട്രാൻസ്പാരൻ്റ് ആണ്, അല്ലേ? ശരിക്കും നമ്മൾ അടിയുള്ളത് കാണാൻ കഴിയുന്നുണ്ടല്ലോ.
അപ്പോൾ നിങ്ങൾ കിട്ടിയ ട്രേസിംഗ് പേപ്പർ എടുക്കുക, ഒരു പീസ് ഓഫ് ക്ലോത്ത് അല്ലെങ്കിൽ ഒരു ചെറിയ ശീല കഷ്ണം എടുക്കാം. ഓക്കെ, ട്രൈ ടു ലുക്ക് അറ്റ് സംതിങ് ഫാർ അവേ. അങ്ങനെ കുറച്ച് ദൂരത്ത് നിന്ന് ഇങ്ങനെ നോക്കാം. ഓക്കെ, എന്തെങ്കിലും കുറച്ച് ദൂരമുള്ള ഏതെങ്കിലും വസ്തുവിനെ ഇങ്ങനെ നോക്കാം. ത്രൂ ഈച്ച് ഓഫ് ദിസ് ഒബ്ജക്റ്റ്, ഈ ഓരോ വസ്തുക്കളുടെയും ഇപ്പോൾ നിങ്ങൾ ഫിഗർ 11.1 അതിൽ നിങ്ങൾ ഒരു കുട്ടി ഇങ്ങനെ നോക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ ഒരു വസ്തുവിൻ്റെ ഉള്ളിൽ കൂടെ. ഓക്കെ, ഈ സ്ലൈറ്റ് ഫ്രം എ ഫാർ അവേ ഒബ്ജക്റ്റ് ആബിൾ ടു ട്രാവൽ ടു യുവർ ഐ. അപ്പം കുറച്ച് ദൂരമുള്ളൊരു ഏതെങ്കിലും വസ്തു നിങ്ങളെ അപ്പം എന്ത് ചെയ്യുന്നുണ്ടോ ആ വസ്തു നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ നോക്കാം. അപ്പം അതായത് അതിൽ നിന്നുള്ള ലൈറ്റ് നിങ്ങളുടെ കണ്ണിലേക്ക് വന്നാലാണല്ലോ നിങ്ങൾക്ക് കാണാൻ കഴിയുക. അപ്പോൾ അതിൽ നിന്നുള്ള ലൈറ്റ് നിങ്ങളുടെ കണ്ണിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം ത്രൂ എനി ഓഫ് ദി ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ വസ്തുക്കൾ ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ടോ നോക്കുക. കാണാൻ കഴിയുന്നുള്ള വസ്തു ആണെങ്കിൽ അങ്ങനത്തെ വസ്തു ട്രാൻസ്പാരൻ്റ് ആണെന്ന് മനസ്സിലാവും. ഓക്കെ, പിന്നെ റെക്കോർഡ് യുവർ ഒബ്സർവേഷൻ. ഇങ്ങോട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് മനസ്സിലായതെന്ന് വെച്ചാൽ അതിങ്ങനെ റെക്കോർഡ് ചെയ്യാം. ഇൻ എ ടേബിൾ ആസ് ഷോൺ ഇൻ ടേബിൾ 11.1 അല്ലേ. അപ്പം ടേബിൾ 11.1 ഞാൻ കുറച്ച് മുമ്പ് ഒരു ടേബിൾ കാണിച്ചിരുന്നില്ലേ, ആ ടേബിളിൽ എങ്ങനെ എഴുതാം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പെൻസിൽ, അപ്പോൾ പെൻസിലിൻ്റെ ഉള്ളിൽ കൂടെ എന്ത് ചെയ്യുന്നുണ്ട് നോട്ട് അറ്റ് ഓൾ, ഒരു നിലക്കും കാണാൻ കഴിയുന്നില്ലെങ്കിൽ നോട്ട് അറ്റ് ഓൾ. അങ്ങനെയാണെങ്കിൽ അതെന്താണ് ഓപ്പാക്യൂൺ, അങ്ങനെ എഴുതാം കേട്ടോ. വി സീ ദാറ്റ് എ ഗിവൺ ഒബ്ജക്റ്റ് ഓർ മെറ്റീരിയൽ കുഡ് ബി ട്രാൻസ്പാരൻറ്റ്, ട്രാൻസ്ലുവൻറ്റ് ഓർ ഒപ്പാക്യൂ. അപ്പം ഒരു വസ്തു അത് ട്രാൻസ്ലുവൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ ട്രാൻസ്പാരൻ്റ് ആയിരിക്കും, ഒപ്പാക്യൂ ആയിരിക്കും, ഡിപ്പെൻഡിങ് ഓൺ വെദർ ഇറ്റ് അലൗസ് ലൈറ്റ് ടു പാസ് ത്രൂ ഇറ്റ് കംപ്ലീറ്റ്ലി. അപ്പം ആ വസ്തുവിൻ്റെ ഉള്ളിൽ കൂടെ ലൈറ്റ് പാസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ കഴിയുന്നില്ല, പൂർണ്ണമായിട്ടും കഴിയുന്നുണ്ടോ കഴിയുന്നില്ലേ എന്നതിനനുസരിച്ചാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത്, ഒരു വസ്തു ഒപ്പാക്യൂ ആണോ ട്രാൻസ്പാരൻ്റ് ആണോ ട്രാൻസ്ലുവൻ്റ് ആണോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു വസ്തുവിൻ്റെ ഉള്ളിൽ കൂടി ലൈറ്റ് പാസ് ചെയ്യാൻ അനുവദിക്കുന്നുണ്ടെങ്കിൽ എന്ത് മനസ്സിലാക്കണം, ആ വസ്തു ട്രാൻസ്പാരൻ്റ് ആണെന്ന് മനസ്സിലാക്കണം. ഇനി പൂർണ്ണമായിട്ടും അനുവദിക്കുന്നില്ല, പകുതിയൊക്കെ അനുവദിക്കുന്നില്ലെങ്കിൽ എന്താണ് മനസ്സിലാക്കണം, ട്രാൻസ്ലൂസൻ്റ് ആണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നില്ല, ഒരു നിലക്കും അനുവദിക്കുന്നില്ലെങ്കിൽ എന്താ ആ വസ്തു എന്താണ് ഒപ്പാക്യൂ ആണെന്ന് മനസ്സിലാക്കണം. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പം എന്ത് ചെയ്യാം, പാർഷ്യലി ഓർ നോട്ട് അറ്റ് ഓൾ. അപ്പം അത് കംപ്ലീറ്റ്ലി പൂർണ്ണമായിട്ടും അനുവദിക്കുന്നുണ്ടോ ഓർ പാർഷ്യലി, അതായത് പകുതി മാത്രമേ അനുവദിക്കുന്നുള്ളൂ ഓർ നോട്ട് അറ്റ് ഓൾ, ഒരു നിലക്കും അനുവദിക്കുന്നില്ലേ എന്നത് മനസ്സിലാക്കി നിങ്ങൾക്ക് എന്താ കഴിയും, ആ വസ്തു ട്രാൻസ്പെറൻ്റ് ആണോ ട്രാൻസ്ലുവൻ്റ് ആണോ ഒപ്പാക്യൂ ആണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാം, അതൊക്കെ ഇവിടെ എഴുതാം കേട്ടോ. ഫുള്ളി ആണെങ്കിൽ എന്ത് മനസ്സിലാക്കാം, ട്രാൻസ്പെറൻ്റ് ആണെന്ന് മനസ്സിലാക്കാം, പാർഷ്യലി ആണെങ്കിൽ ട്രാൻസ്ലൂസൻ്റ് ആണെന്ന് മനസ്സിലാക്കാം, ഒപ്പാക്യൂ ആണെങ്കിൽ നോട്ട് അറ്റ് ഓൾ ആണെന്ന് മനസ്സിലാക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ, നോട്ട് അറ്റ് ഓൾ ആണെങ്കിൽ ഒപ്പാക്യൂ ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെ എഴുതി വരും കേട്ടോ. ഒരു 10 വസ്തുക്കൾ വേണം കേട്ടോ. 10 വസ്തുക്കൾ എഴുതിക്കാണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട്ബുക്കിൽ എഴുതിക്കാണ്ട് നിങ്ങൾ നേരെ അയച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാ ഈ ഒരു ഭാഗത്ത് നിന്ന് അടുത്ത ക്ലാസ്സിന് ഗൂഗിൾ ഫോമിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, മറക്കണ്ട. അപ്പോൾ ഉഷാറായിട്ട് പഠിച്ചു വരും കേട്ടോ. അർത്ഥങ്ങളൊക്കെ ചോദിക്കും കേട്ടോ, ഉഷാറായിട്ട് പഠിച്ചു വരണേ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.